നിങ്ങളുടേതൊരു സ്ഥിരം നാടകവേദിയാണ്. അത് ഒരു സ്ഥലത്ത് നിങ്ങൾ ഒരു ചുരുങ്ങിയതൊരു 40 അല്ലെങ്കിൽ 50 ദിവസം വരെയൊക്കെ ഒരു സ്ഥലത്ത് തന്നെ ഉണ്ട്. ഇനിയിപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് കൊല്ലത്തേക്കാണ് വരുന്നത്. അപ്പോൾ ഈ ഇതിലെ ഒരു അഭിനേതാക്കൾ എനിക്ക് തോന്നുന്നു ഒരു 75-80 പേരെങ്കിലും കാണുമെന്ന് തോന്നുന്നു അല്ലേ? അഭിനയിക്കാൻ തന്നെ 10 പേരുണ്ടോ മൊത്തം നിങ്ങളുടെ ക്രൂ? അത് നിങ്ങളുടെ ഓഫീസിലും ടിക്കറ്റ് കൊടുക്കുന്നവരും എല്ലാവരും ഉൾപ്പെടെ ടെക്നീഷ്യൻസും എല്ലാം കൂടെ ഉൾപ്പെടെ എങ്ങനെയായാലും അഭിനയിക്കാൻ തന്നെ ഒരു 10-80 പേരെങ്കിലും കാണും. അപ്പോൾ ഇതിൽ പ്രധാനപ്പെട്ട ആർക്കെങ്കിലും ഒരാൾക്ക് ഒന്ന് വയ്യാതെ വന്നാൽ, എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നാൽ എന്ത് ചെയ്യും? കാരണം ഇതൊരു സ്ഥിരം നാടകവേദിയല്ലേ, അത് ആളുകൾ നേരത്തെ ടിക്കറ്റ് ബുക്ക് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് വന്നിട്ടുണ്ടോ എന്നെങ്കിലും, അഥവാ അങ്ങനെ ഒരു ബുദ്ധിമുട്ട് വരികയാണെങ്കിൽ ഇപ്പോൾ ഈ യക്ഷിയായിട്ട് അഭിനയിക്കുന്ന കുട്ടിക്ക് വരാൻ പറ്റിയില്ല എങ്കിൽ ഏതെങ്കിലും ഒരു കാരണവശാൽ, അല്ലെങ്കിൽ എന്താ ചെമ്പകരാമൻ പിള്ള അങ്ങനെയല്ലേ പോലീസ് ഉദ്യോഗസ്ഥൻ്റെ പേര്, സൂര്യകാലടി ഭട്ടതിരി, അങ്ങനെ പലരും ഉണ്ട് ഇങ്ങനെ വൈദ്യനായിട്ട് അഭിനയിക്കുന്ന, അങ്ങനെ ഉണ്ട്. നാടകം കണ്ടവർക്കറിയാം ഈ പേരുകളൊക്കെ. അപ്പോൾ ഇവർക്ക് ആർക്കെങ്കിലും ഒരാൾക്ക്, ഇവരൊക്കെ പ്രധാനപ്പെട്ട ഒരാളില്ലെങ്കിൽ സ്റ്റക്കായി പോയി. അപ്പൊ അങ്ങനെ ഒരു പ്രശ്നം വന്നാൽ എന്ത് ചെയ്യും? എത്ര പേരുണ്ട്? 25-30 പേരെങ്കിലും പ്രധാനപ്പെട്ട ആളുകളാണ്. അപ്പൊ അതെന്ത് ചെയ്യും? അങ്ങനത്തെ ഒരു അനുഭവം വന്നിട്ടുണ്ടോ? ഇന്ന് വരെ കലാനിലയത്തിൻ്റെ നാടകം ഇത്രയും വർഷം ആയിട്ടും ഒരു നടൻ അല്ലെങ്കിൽ നടി ഇല്ല എന്ന് പറഞ്ഞിട്ട് നാടകം നിർത്തിവെക്കേണ്ട അവസ്ഥ വന്നിട്ടില്ല. ഓക്കെ. ഒന്നാമത്തെ കാര്യം, അതിനകത്ത് എല്ലാവരെയും എല്ലാ വേഷവും, ഇപ്പോൾ ഒരു നാടകത്തിൽ ഒരാൾ വരുമ്പോൾ അഭിനയിക്കാൻ വരുമ്പോൾ ഞാൻ പണ്ടും അങ്ങനെയാണ്, ഒരു വേഷമല്ല പഠിപ്പിക്കുന്നത്. ഓക്കെ. അവർക്ക് പറ്റുന്ന പല വേഷങ്ങളും റിഹേഴ്സൽ കൊടുക്കുന്നുണ്ടാവും. എന്നിട്ടായിരിക്കും അതിനൊരു വേഷം നമ്മൾ സെലക്ട് ചെയ്യും. പക്ഷെ അറ്റ് എ ടൈം തന്നെ അവർ മറ്റേ വേഷവും കണ്ടുവച്ചിട്ടുണ്ടാവും. ഓക്കെ. അപ്പോൾ പിന്നെ ഇത്രയും പേരുണ്ടല്ലോ, എല്ലാവർക്കും ഒരു ലേഡി ആർട്ടിസ്റ്റ് ആണെങ്കിൽ അവരുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവുന്നത് അതിൻ്റെ മെയിൻ ക്യാരക്ടർ എടുക്കണം എന്നല്ലേ ആഗ്രഹം ഉണ്ടാവുക. അതെ. അപ്പോൾ സ്വാഭാവികം ഇപ്പം ഒരാൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ വേഷം അഭിനയിക്കാൻ പറ്റും എന്നൊരു തോന്നൽ വന്നു കഴിഞ്ഞാൽ അവർ അത് വാച്ച് ചെയ്തുകൊണ്ടിരിക്കും. നമ്മളും ഒരു ആർട്ടിസ്റ്റിനെ എടുക്കുമ്പോൾ ഒരു വേഷത്തിന് വേണ്ടി മാത്രമായിട്ടല്ല ഞാനും സെലക്ട് ചെയ്യുന്നത്. ഈ കുട്ടി യക്ഷിയായിട്ട് അഭിനയിക്കാൻ കൊള്ളാം, മറ്റേ ക്യാരക്ടറും കൊള്ളാം. അപ്പോൾ ആ കുട്ടിയുടെ തന്നെ പറയും, സെക്കൻഡ് ക്യാരക്ടർ എടുക്കുന്ന ലേഡിയോട് ഞാൻ പറയും മറ്റേ വേഷവും കണ്ടുവെക്കണം കേട്ടോ എന്ന് പറയും. അപ്പോൾ ഇന്ന് വരെ അങ്ങനെ ഒരു അബദ്ധം ഇതുവരെ ഉണ്ടായിട്ടില്ല. ആളില്ലാണ്ടിരുന്നിട്ടുമുണ്ട്. ചിലപ്പോൾ വേറെ വേഷം എടുക്കാൻ ആളില്ലാത്ത അവസരത്തിൽ ഈ ഞാൻ പോലും അഭിനയിച്ചിട്ടുണ്ട്. രക്തരക്ഷയിൽ നായകനായിട്ടും അഭിനയിച്ചിട്ടുണ്ട്. എല്ലാ വേഷവും ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കഴിഞ്ഞ തൃപ്പൂണിത്തുറ ക്യാമ്പിൽ വരെ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. ഒരാൾക്ക് പെട്ടെന്ന് വീട്ടിൽ പോണ്ടി വന്നു, അയാൾക്ക് പകരം അഭിനയിക്കാൻ ഒരാൾക്ക് റിഹേഴ്സൽ കൊടുത്തിട്ടുണ്ട്, അദ്ദേഹത്തിന് വീട്ടിൽ പോണ്ടി വന്നു. ഉച്ചയായി കഴിഞ്ഞപ്പോൾ വേറെ ഒരു രക്ഷയില്ല. അങ്ങനെ ഞാൻ വൈകുന്നേരം ഒരു 3-4 ദിവസം ഞാൻ അഭിനയിച്ച ഒരു റോള്. അപ്പം നാടകം ഏത് വേഷവും എടുക്കാൻ നമ്മൾ തയ്യാറാണ്. ഒരു രക്ഷയിൽ ഇനിയിപ്പോൾ ഈ കാലത്ത് ഇനി നായകനായിട്ടൊന്നും എടുക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല, എന്നാലും നമുക്കും പറ്റുന്ന. പക്ഷേ അതുപോലെ എല്ലാവരും അവിടെ തയ്യാറായിരിക്കും. ഓരോ വേഷം എടുക്കാൻ എല്ലാവർക്കും അറിയാം. അങ്ങനെ ആക്കി വെക്കും. അല്ലെങ്കിൽ നമുക്ക് നാടകം മുടങ്ങും. കാരണം ഇതെല്ലാം ഓൺലൈനിലൊക്കെ ബുക്ക് ചെയ്യുന്നതല്ലേ. ഒരാളില്ലാന്ന് വെച്ചാൽ നമുക്ക് നാടകം മുടക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതിനെല്ലാം ഈവൻ ടെക്നിക്കലായാലും എല്ലാ സൈഡിലായാലും അതിന് സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് നമ്മൾ ആളെ കണ്ടുവച്ചിട്ടുണ്ടാവും. കാരണം ഇത്രയും പേരുണ്ടല്ലോ. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.